സമയം 9 മണി. അപ്പൊ നമ്മള് പാലക്കാട് പോവാണ്. ഇപ്പൊ നമ്മള് ചേച്ചിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് പാലക്കാട് പോണ്. രാവിലെ ഒന്നും കഴിക്കാത്തോണ്ട് തന്നെ കഴിഞ്ഞോളം പരിപ്പാട് ഒന്ന് നടക്കണ കൈസ്. എനിക്ക് മൊത്തം 2 ചേച്ചിമാരും ഒരേട്ടനാണ് ഉള്ളത്. അതില് മൂത്ത ചേച്ചിയാണ് ഇവള്, അവളുടെ കൊച്ചാണ് ഇവർ. ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ ഇവര് ഊട്ടിയിലാ താമസിക്കണെന്ന്. അതുകൊണ്ട് തന്നെ പൊങ്കൽ വെക്കേഷൻ കിട്ടിയപ്പോ വന്നതാണ് ഇവര്. പിന്നെ പാലക്കാട് എവിടെ പോകണമെന്ന് വെച്ചാൽ സിവിലിലോട്ടാണ് പോണത്. അവിടെ പോയിട്ട് വേണം ചേച്ചിക്ക് PSC രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോറി, PSC അല്ല കേട്ടോ, സിവിലിൽ പോണത് എംപ്ലോയ്മെന്റ് രജിസ്റ്റർ ചെയ്യാൻ. എന്നിട്ട് വേണം PSC ഓഫീസിൽ പോവാൻ. അങ്ങനെ നമ്മൾ സിവിലിലെത്തി. അവിടെ എത്തി കുറച്ച് ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുക്കണ്ടായിരുന്നു. അതെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് പൊതുവെ ഈ ചെക്കൻ കുട്ടികൾക്ക് ബൈക്സിനോടും കാറിനോടും ഒക്കെ ഭയങ്കര ക്രേസ് ആയിരിക്കും. അപ്പൊ ഞാനും കുറച്ചൊക്കെ കാർ ക്രേസ് ഉള്ള ആളാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടിക്കഴിഞ്ഞാൽ കുറെ കാറുകളുടെ പേരുകളും ബൈക്കുകളുടെ പേരുകളും ഒക്കെ പറഞ്ഞിരിക്കും. പിന്നെ അവിടെ ഇരുന്ന് ബോറടിച്ച് പ്രാന്തായിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവർക്കും അറിയാലോ, ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വള്ളി കെട്ടിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉള്ളിൽ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്ത് വന്നിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഇവനെ വെറുപ്പിക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ ഇവന്റെ തോളിൽ കിടന്നിട്ട് എന്റെ തലന്റെ ഭാരം മൊത്തം അവന്റെ തോളിൽ കൊടുക്കാം. പിന്നെ അത്യാവശ്യം നല്ല ബോറടിച്ചിരിക്കുക കേട്ടോ ഞങ്ങൾ പിന്നെ ഓരോ ഗെയിംസ് ഒക്കെ കളിച്ചിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ബോറടിക്ക് ഒരു കുറവുമില്ല. പിന്നെ ഞങ്ങൾ ബോറടിച്ചിരുന്നപ്പോ ഒരു ബേബൺ ഉണ്ടായിരുന്നു, അതെഴുന്ന് കഴിക്കുകയാണ്. അപ്പോഴത്തേക്കിനും ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേ എത്രത്തോളം ബോറടിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നതെന്ന്. സിവിലത്തെ കാര്യങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല വിശക്കുണ്ടായിരുന്നു. അവിടെ ഉള്ള ഒരു ക്യാൻറ്റീനിൽ ഒരു പഴംപൊരി മേടിച്ച് കഴിച്ചു. പിന്നെ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോ പിടിച്ച് സ്റ്റേഡിയത്ത് പോവാണ്. സ്റ്റേഡിയത്ത് പോയിട്ട് വേണം ഇനി ഫുഡ് കഴിക്കാനായിട്ട്. നല്ല വിശന്നിരുന്നോണ്ട് തന്നെ ഞങ്ങൾ ബിരിയാണിയാണ് മേടിച്ചത്. അല്ലെങ്കിലും കടയിലുള്ള എല്ലാ മെനു നോക്കിയിട്ട് ലാസ്റ്റ് ബിരിയാണി തന്നെയല്ലേ മേടിക്കുക. പിന്നെ അവിടെ നമ്മൾ നേരെ ജോബീസിലോട്ട് വന്നു. ജോബീസിലോട്ട് വരാൻ 2 മെയിൻ കാര്യങ്ങളാണ് ഉള്ളത്. ഇവൻ ഇതുപോലെ ബൈക്കിൽ റൈഡ് കൊണ്ടുപോകണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പാലക്കാട് ഒരു ഫെസ്റ്റ് നടക്കണില്ലേ, അവിടെ ഇവനെ കൊണ്ടുപോയില്ല. അപ്പൊ അതിന്റെ പകരമായിട്ട് ഇവൻ ഇതുപോലെ ഒരു ബൈക്ക് റൈഡ് കൊണ്ടുപോയി. അവന് ബൈക്ക് റൈഡ് ഒന്നും ഇഷ്ടമായില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ചേട്ടൻ ഇങ്ങനെ പിടിച്ചു വെച്ചോണ്ട് ഇവൻ ഒറ്റയ്ക്ക് ഓട്ടിക്കാനാണ് ഇഷ്ടം. പക്ഷെ അത് അവിടെ അങ്ങനെ പറ്റില്ലല്ലോ. നമ്മുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ബസ് കയറി സ്റ്റോപ്പ് ഇറങ്ങി നടക്കുകയാണ്. ചുമ്മാ നടക്കല്ല കേട്ടോ, ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് അടിയുണ്ടാക്കിയും ചിരിച്ചും കളിച്ചിട്ടൊക്കെയാണ് നടക്കുന്നത്. ഇനി ഞങ്ങൾ എല്ലാവരും ഒരേ വൈബിലുള്ള ആൾക്കാരാണ്. ഇത് പ്രായം കൂടിയെന്നുള്ളൂ, പക്ഷെ പ്രവൃത്തി കൊണ്ട് ഞങ്ങൾ 3 പേരും ഒരേപോലെയാണ്. ഞങ്ങൾ 2 പേരും കൂടി ഇവൻ ഒറ്റയ്ക്കാക്കിയിട്ട് ഓടാനുള്ള പ്ലാനാണ്. നമ്മുടെ ഡ്രസ്സിലും മുടിയിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന ഒരു കായില്ലേ, അപ്പൊ അത് ചേച്ചി പറിച്ച് ഇവന്റെ തലയിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ കളി അർമാതൊക്കെ കഴിയുമ്പോ തന്നെ നമ്മൾ വീടെത്തി. അപ്പൊ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ.